ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഫേസ് വരക്കാനാണ് പഠിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും കറക്റ്റായിട്ട് തെറ്റില്ലാതെ വരക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. നമ്മൾ ഫേസ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഷേപ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. HB പെൻസിൽ യൂസ് ചെയ്യാം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്തിട്ട് കുത്തനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. ഈ ലൈൻസൊക്കെ നിങ്ങൾ കളർ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ക്രോസ് ആക്കിയിട്ട് ഫസ്റ്റ് ഒരു ലൈൻ ഇട്ടു, പിന്നെ അതിനെ പകുതിയാക്കി വീണ്ടും ലൈൻ ഇട്ടു, പിന്നെ അതിന് വീണ്ടും പകുതിയാക്കി. അങ്ങനെ 3 ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഐസ് ചെയ്യാം. നമ്മളിനി കണ്ണ് വരക്കാനായിട്ട് തുടങ്ങുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പോയിൻ്റ് ഇട്ടാണ്. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം ഉണ്ടല്ലോ, അതിനെ പകുതിയാക്കി അവിടെ ഒരു പോയിൻ്റ് ഇട്ടു. അതേപോലെ ഇപ്പുറത്തേക്കും അളന്നിട്ട് പകുതി ഒരു ഡോട്ട് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ടോട്ടലി 3 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ആ ഫസ്റ്റിലെ പോയിൻ്റിൽ നിന്ന് മൂന്നാമത്തെ പോയിൻറ്റിലേക്കാണ് നമ്മൾ കണ്ണിൻ്റെ അളവായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. വരക്കുമ്പോൾ അതിൻ്റെ ഷേപ്സ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സ്ലോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഭാഗത്തുള്ള ലൈനിന് സെൻറ്ററിൽ ആദ്യം ഒരു പോയിൻ്റ് ഇട്ടു, പിന്നെ അതിനെ പകുതിയാക്കി തൊട്ടിപ്പുറത്തേക്കും പകുതിയായിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടലി 3 പോയിൻ്റ് നമ്മൾ അപ്പുറത്ത് ഇട്ടതുപോലെ തന്നെ ഇട്ടിട്ട് ആ ഫസ്റ്റിലെ പോയിൻ്റിൽ നിന്ന് മൂന്നാമത്തെ പോയിൻറ്റിലേക്കാണ് നമ്മൾ കണ്ണ് വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മൂക്കിൻ്റെ ഭാഗം, നമ്മൾ നേരത്തെ ലൈൻ ഇട്ട് വെച്ചിട്ടുള്ള ഭാഗം നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ലിപ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അതായത് മൂക്കിൻ്റെയും ആ ലൈനിൻ്റെയും സെൻറ്ററിലൊരു ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ലിപ്സ് വരക്കേണ്ടത്. അതിൻ്റെ മൂക്കിൻ്റെ ചെരിവുണ്ടല്ലോ, ആ ചെരിവ് കണക്കാക്കിയിട്ടാണ് ലിപ്സിൻ്റെ നീളം നിങ്ങൾ കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ മനസ്സിലാത്ത ഭാഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കണ്ടു നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുരികം നമ്മളൊരു മെയിൽ ഫിഗറാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പുരികം കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെവി ചെയ്യുന്നത് നമ്മൾ കണ്ണിനും മൂക്കിനും വരച്ചിട്ടിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിനാണ് നമ്മൾ ചെവിയുടെ അളവായിട്ട് കാണേണ്ടത്. അതിൻ്റെ പുറത്തേക്കോ ആ ലൈനിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങിയിട്ടോ ചെവിയുടെ അളവ് നിങ്ങൾ കൊടുക്കരുത്. ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, പക്ഷേ ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു ഹെയറാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു സർക്കിൾ, ആ ഒരു ഷേപ്പിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഹെയർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വരക്കാം കേട്ടോ. പല കുട്ടികളും ഫേസ് കറക്റ്റായിട്ട് ചെയ്യും, പക്ഷേ നെക്ക് വരക്കുമ്പോൾ വണ്ണം കുറഞ്ഞതായിട്ടാണ് അവർ വരക്കാറുള്ളത് സാധാരണ. അപ്പോൾ അത് കറക്റ്റ് എവിടെയാണ് വരക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നല്ല എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതായത് എവിടെയാണ് നമ്മൾ നെക്ക് വരച്ചിട്ടുള്ളത്, താഴെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള ഔട്ട്ലൈൻസൊക്കെ നമുക്ക് മായ്ച്ച് കളയേണ്ടതുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട്, ഐസോടെ നോസോടെ ലിപ്സോടെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് മായ്ച്ച് കളയാം. മായ്ച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം കേട്ടോ. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ വളരെ ബ്ലാക്കിഷ് ആയിട്ട് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതായത് നിങ്ങൾ ഈ വരച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ടില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അത് പബ്ലിക് ചെയ്യാനും വല്ലാത്തൊരു മടി, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ ഇതുപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുക. നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഷെയ്ഡിങ് ക്ലാസ്സുകളും മറ്റും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാനിഷ്ടം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.